നാട്ടിലെ ചൂടൊക്കെ കാരണം ഇക്കൊല്ലത്ത് ഞങ്ങളുടെ നാട്ടിൽ വരവ് ഒരുപാട് ഞങ്ങളങ്ങ് ഡിലേ ചെയ്യിപ്പിച്ചു കേട്ടോ. നാട്ടിലെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ മാർച്ചിൽ വന്ന സമയത്ത് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇനി മാർച്ച് ഏപ്രിൽ സമയത്ത് നാട്ടിലോട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ ഓണം കൂടാനായിട്ട് നാട്ടിൽ വരാമെന്ന് ഓർത്തു. നാട്ടിൽ ഓണം കൂടിയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ 4 കൊല്ലമായി. ഞാൻ 2020 UAE വരുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ നാട്ടിൽ ഓണമൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകുന്നതൊക്കെയാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഓൺ ദ വേ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഓർത്തു. ഇതിന് മുന്നും നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് 3 സ്റ്റാറിലോട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ UAE എല്ലായിടത്തും ഗൾഫ് കൺട്രികളിൽ എല്ലായിടത്തും ഡേറ്റ്സിൻ്റെ സീസണായി. ഈ 2 സൈഡിലും കാണുന്ന മൊത്തം ഡേറ്റ്സിൻ്റെ മരമാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഡേറ്റ്സ് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ടാവും. ഈ കാണുന്നതാണ് UAE ഏറ്റവും വലിയ പള്ളി, ഷെയ്ഖ് സയദ് മോസ്ക്. ഇതിൻ്റെയും വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാനിട്ടുണ്ട്. ദൂരെ നിന്ന് കാണുമ്പോൾ നമ്മുടെ താജ്മഹലിൻ്റെ ഒരു മോഡൽ പോലെ നമുക്ക് പെട്ടെന്ന് തോന്നിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ കാണുന്നത്, ഖലീഫ യൂണിവേഴ്സിറ്റി ആണത്. ഇന്ന് നമ്മൾ പോകുന്നത് 3 സ്റ്റാറിലോട്ടാണ് കേട്ടോ. ഈ ഷോപ്പിൽ അത്യാവശ്യം നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. അതായത് വലിയ വിലയൊന്നുമില്ല. ഇങ്ങനത്തെ ഇതുണ്ടോ, നല്ല പ്ലേറ്റ്, എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഈ പ്ലേറ്റൊക്കെ നമുക്ക് കണ്ട എല്ലാത്തിനും ഓരോന്നും എടുക്കാൻ തോന്നും കേട്ടോ. പിന്നെ ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഗ്ലാസ്സുകൾ, ഇങ്ങനത്തെ പോട്ട്സ്, ഫ്ലാസ്ക്, ഇതിനൊന്നും വലിയ വിലയൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാത്തിനും ഒരു 20 ദിറംസ് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പലതരം സ്പൂണുകൾ, പാത്രങ്ങൾ എല്ലാം ഇവിടെ കിട്ടും നമുക്ക്. കൂടുതലും നമുക്ക് വീട്ടിലോട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതുപോലെ പിള്ളേർക്കുള്ള പാവകൾ, അതൊക്കെ നല്ല രസമുള്ള പാവകളൊക്കെ കിട്ടും കേട്ടോ. നാട്ടിലുള്ള ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയൊരു ഷോപ്പിംഗ് ആണ്. ഞങ്ങളിന്ന് രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഈ 3 സ്റ്റാർ എന്ന് പറയുന്ന ഈ ഷോപ്പിൽ പോയി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. ലുലുവിൽ പോകണം, പിന്നെ കുറച്ച് പെർഫ്യൂം ഷോപ്സിൽ പോകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പ്ലാനിലുള്ളത്. അപ്പോൾ നല്ലൊരു ടയറിങ് ആയിട്ടുള്ള ഡേ ആയിരിക്കും കേട്ടോ ഇന്ന്. ഇത് കണ്ടോ, ഈ ഗ്ലാസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതിനകത്ത് അവരെന്തോ ഒരു ഡ്രൈ ഫ്ലവേഴ്സ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ കിടന്ന് കുലുങ്ങും, അതിനകത്താണുള്ളത്. അപ്പോൾ രസമുണ്ടായിരുന്നു ആ ഗ്ലാസ്സൊക്കെ. വെറൈറ്റിയാണ്, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒക്കെ കാണുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ പ്ലാസ്റ്റിക് പാത്രമാണ് കേട്ടോ. പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ മറ്റേ ഫൈബർ പോലത്തെ പാത്രമാണ്. പിന്നെ ഇതുപോലത്തെ ഫർണിച്ചർ, ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഫർണിച്ചറും ഒക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ലുലുവിൽ പോയി. അവിടെ നിന്നും നാട്ടിലോട്ടുള്ള കുറേ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങളതേ ഇവിടുത്തെ ലുലുവിൽ ഒരു ചൈന സെൻറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് കുഞ്ഞിങ്ങനെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ. പക്ഷെ അവിടെ നമുക്ക് പറ്റിയ ഐറ്റങ്ങളൊന്നും നമുക്ക് വാങ്ങാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങളതേ തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി. അതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്കൊന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് ഓർത്ത് കേട്ടോ. എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയുടെ എൻഡ് ചെയ്യുവാണ്. എൻ്റെ ഈ ചാനൽ കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അത്രേ ഉള്ളായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.